ഹലോ ഗൈസ്, നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഓക്കെ. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു പുതിയ വീഡിയോ ഇടാനാണ്. അപ്പം നമ്മൾ ഇന്നത്തെ പുതിയ വീഡിയോ എന്ന് വിചാരിച്ച ഒരു വ്ളോഗാണ് ഗൈസ് നമ്മൾ ഇടുന്നത്. ഓക്കെ, നമ്മളെ ഇന്നത്തെ വ്ളോഗ് ഓക്കെ. ചിലപ്പോൾ ഈ വീഡിയോ വരാൻ രാത്രിയാവും, ചിലപ്പം ഈ വീഡിയോ വരാൻ വൈകിട്ടാവും. ഓക്കെ, അങ്ങനെയാണ് നമ്മളിപ്പം പോസ്റ്റ് ചെയ്യുന്ന രാത്രിയാവും ഗൈസ്. പക്ഷേ നമ്മളിപ്പം എടുക്കുന്നത് വീഡിയോ ഉച്ചയ്ക്കാണ് ഗൈസ്, ഉച്ചയ്ക്ക്. ഓക്കെ, എല്ലാവരും ഇപ്പം കിടന്നൊക്കെ ഉറങ്ങുകയാണ്. നമ്മൾ മാത്രം എണീറ്റിരുന്നൊരു വീഡിയോ എടുത്ത്. ഓക്കെ, അത് മാത്രമേ ഉള്ളൂ. അപ്പം പുള്ളി ഇരുട്ടാക്കാല്ലേ ഗൈസ്, ഇരുട്ടാക്കാം. ഓക്കെ, ഇപ്പം നിങ്ങൾക്കൊരു രാത്രി കഴിവൊക്കെ തോന്നുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പം നമ്മളായിരുന്ന നമുക്ക് പിന്നെയും ഒരു വീഡിയോ ഇടാനായിട്ട് സമയം. എനിക്ക് പോലും പറയാൻ പറ്റുന്നില്ല. ഞാൻ ഇന്ന് ആയിരുന്ന വിചാരിച്ച് നമുക്കൊരു വീഡിയോ ഇട്ടാലാ, കുറെ നാളായില്ലേ വീഡിയോ ഇട്ടിട്ട്. പക്ഷേ ഒരു കാരണമുണ്ട് ഗൈസ്, അതുകൊണ്ട് മാത്രമാണ് നമ്മൾ വീഡിയോ ഒന്നും ഇടാത്തത്. ഓക്കെ, ആ കാരണം മാത്രമാണ് നമ്മൾ വീഡിയോ ഒന്നും ഇടാത്തത് ഗൈസ്. ഇടാത്ത ആ കാരണം കൊണ്ട് തന്നെയാണ് ഗൈസ്. ഓക്കെ, അപ്പം അതിൻ്റെ ആ കാരണങ്ങൾ എന്താണെന്ന് നിങ്ങൾ എന്താ ബിലാൽ ബോയ് ചാനലുള്ള സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ചാനലിൽ ലാസ്റ്റ് ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കണ്ടാൽ മാത്രമേ നിങ്ങൾ മനസ്സിലാവുള്ളൂ നമ്മൾ എന്താണ് വീഡിയോ ഇടാത്തതെന്നൊക്കെ. അപ്പം എന്തായാലും ഞാൻ ഇതിൻ്റെ അകത്ത് ആ കാര്യം പറയുന്നില്ല, മെയിൻ ചാനലിൽ ആ കാര്യം പറയുന്നില്ല. നമ്മളെ ബിലാൽ ബോയ് നിങ്ങൾ ചെക്കൗട്ട് ചെയ്താൽ മാത്രമേ നിങ്ങൾക്കത് മനസ്സിലാവാൻ പറ്റുള്ളൂ. ഓക്കെ, യെസ്, അത് നിങ്ങൾ മനസ്സിലാവുള്ളൂ. അപ്പം ഒന്നും പറയാനില്ല ഗൈസ്, എന്താണെന്ന് ഒരു എത്തും പിടിയില്ല. എൻ്റെ പൊന്നു, കുറെ നാളെ വീഡിയോ ഒക്കെ ഇട്ടിട്ട് അതുകൊണ്ട് എക്സ്പീരിയൻസ് വരെ പോയോട് തോന്നുന്നു ഗൈസ്. ഓക്കെ, അപ്പൊ യെസ്, നമ്മൾ പിന്നെയും വീഡിയോയിലോട്ട് വരികയാണ്. ഓക്കെ, പക്ഷേ നമ്മൾ സ്റ്റോറേജ് സ്പേസ് ഇല്ലാത്തതുകൊണ്ടാണ് ഗൈസ് നമ്മൾ വ്ളോഗ് ഒന്നും എടുക്കാത്തത്. ഇപ്പം നമ്മുടെ സ്റ്റോറേജ് സ്പേസ് ഒക്കെ റീകവർ ആയിട്ടുണ്ട്. അത് എങ്ങനെയാണെന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ ഗൈസ്, ഞാൻ അപ്ഡേറ്റ് പോലും ചെയ്തിട്ടില്ല. ഇത് എങ്ങനെയാണ് സ്റ്റോറേജ് സ്പേസ് റീകവർ ആയെന്ന് എനിക്ക് ഒട്ടും അറിഞ്ഞുകൂടാ ഗൈസ്. പക്ഷേ ഈ സ്റ്റോറേജ് സ്പേസ് നമുക്ക് റീകവർ ആയി കിട്ടി ഗൈസ്, എങ്ങനെയാണ് എനിക്ക് അറിഞ്ഞൂടാ. ഓക്കെ, അപ്പം പക്ഷേ ഞാൻ ഒരു ദിവസം വന്ന് വീഡിയോ എടുത്ത് നോക്കിയപ്പോൾ സ്റ്റോറേജ് സ്പേസ് നല്ലോണം റീകവർ ആയിരുന്നു. അപ്പം ഇന്ന് നമ്മൾ വീഡിയോ എടുക്കാമെന്നൊക്കെ വിചാരിച്ചു. അപ്പം നമ്മൾ ഇന്നൊരു വീഡിയോ ഒന്ന് എടുത്ത് യെസ്, അതാണ് ഗൈസ്, അതാണ് ബിലാൽ. യെസ്, എൻ്റെ റിയൽ നെയിം എന്ന് പറഞ്ഞാൽ ബിലാൽ എന്നാണ്, മുഹമ്മദ് ബിലാൽ എന്നാണ്. ഓക്കെ, നിങ്ങളെ പേര് താരങ്ങൾ കമൻറ്റ് ചെയ്യണം ഗൈസ്. ഓക്കെ, നിങ്ങളെ പേര് എന്തായാലും താഴെ കമൻറ്റ് ചെയ്യണം. പിന്നെ നിങ്ങൾ ബാറ്ററി പെർസെൻറ്റേജ് നിങ്ങൾ താരങ്ങരങ്ങുവാനെ കമൻറ്റ് ചെയ്യണം ഗൈസ്. അപ്പം ഞാനിപ്പം ഗൈസ് കുറേ നേരം വീഡിയോ എടുത്തിട്ടാണ് പിന്നെ ഇവിടെ വീഡിയോ എടുക്കുന്നത്. 2 പ്രാവശ്യം കണ്ടാൽ ഞാൻ വീഡിയോ എടുത്തു. ഇപ്പം 3ാമത്തെ പ്രാവശ്യമാണ് വീഡിയോ എടുക്കുന്നത്. എങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ ഗൈസ്, എൻ്റെ കൈ തട്ടി കട്ടായി പോണത്. ഇപ്പം ഞാൻ കൈ തട്ടുന്നില്ല, ഞാൻ അതുകൊണ്ടാണ് ഇത്രയും അകലെ നിൽക്കുന്നത്. ഓക്കെ, നമ്മളെ ഫോൺ ഒരു സ്ഥലത്ത് വെച്ചിട്ട്. അപ്പം യെസ്, ഒന്നും പറയാനില്ല ഗൈസ്, നമ്മൾ ചാനലിലോട്ട് വന്നു. യെസ്, നമ്മൾ കുറേ നാൾ നമ്മളെ ചാനൽ ബ്രേക്കൊക്കെ എടുത്ത് പോയിട്ടുണ്ട്. പിന്നെയാണ് നമ്മൾ ആക്റ്റീവായി വന്നത് തന്നെ. ഓക്കെ, നമ്മളെ മറ്റേ റെയിൻബോയുടെ വീഡിയോ ഇപ്പം ട്രെൻഡ് ആയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. ഓക്കെ, ഞാൻ ഒരു ദിവസം യൂട്യൂബ് എടുത്ത് നോക്കിയപ്പോഴാണ് ഗൈസ് കാണുന്നത് നിങ്ങളൊരു വീഡിയോയ്ക്ക് 1.5K വ്യൂസ് വന്നിട്ടുണ്ടെന്ന്. അത് കണ്ടപ്പോഴേ ഗൈസ് എൻ്റെ ചങ്കവും പൊട്ടിപ്പോയി. അറിയാൻ പോലും വയ്യ ഗൈസ്, ചങ്കവും പൊട്ടിപ്പോയി. എങ്ങനെയെന്ന് പോലും അറിഞ്ഞുകൂടാ. പെട്ടെന്ന് 1.5K അടിച്ചു ഗൈസ്, അതും റെയിൻബോക്ക് ഇത്ര ഡിമാൻഡ് ഉണ്ടെന്ന് ഞാൻ ആദ്യമായിട്ടാണ് ഗൈസ് അറിയുന്നത്. റെയിൻബോക്ക് ഇത്ര ഡിമാൻഡൊന്നും ഇല്ല അതുകൊണ്ട്. അപ്പം റെയിൻബോക്ക് ഒന്നും ഡിമാൻഡ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ അത്ര റെയിൻബോയുടെ വീഡിയോ ഒന്നും എടുക്കൂല.
ഗൈസ് റെയിൻബോ പാർട്ട് 2 ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിന് ഒറ്റപ്പൊടി പോലെ റീച്ചില്ല. എനിക്ക് അറിഞ്ഞൂടാ റെയിൻബോയുടെ വീഡിയോയിൽ ഇത്ര റീച്ച് കിട്ടുമെന്ന്. ഞാൻ പിന്നെ റെയിൻബോ പാർട്ട് 2 ഇട്ടപ്പോഴത്തേക്കും ആൾക്കാർക്ക് ഒരു റീച്ച് പോലും കാണാൻ പോലും പറ്റില്ല. എനിക്ക് ഞാൻ റെയിൻബോ പാർട്ട് 2 വീഡിയോയ്ക്ക് ഒത്ര റീച്ച് കിട്ടിയെന്ന് പറഞ്ഞ ഒരു മെസ്സേജ് പോലും വന്നിട്ടില്ല യൂട്യൂബിൻ്റെ നിന്ന്. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ലൈവ് ഒക്കെ ഇടാം ഗൈസ്. പക്ഷേ ലൈവ് ഇടാൻ കുറേ മിനിറ്റ് എടുക്കും. പിന്നെ നമ്മൾ ലൈവ് ഇടാനായിട്ട് യൂട്യൂബിൻ്റെ എനിക്കൊരു മെസ്സേജൊക്കെ കിട്ടി. എന്തൊരു ലൈവ് കൊച്ചു പിള്ളേർ മാത്രം ഇടാൻ പറ്റില്ല. എനിക്ക് ആകെ 8 വയസ്സായിട്ടുള്ളൂ. ഞാൻ 2ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പം അതുകൊണ്ട് നമ്മൾ എടുക്കുന്നതൊന്നുമില്ല. ലൈവ് എടുത്തു കഴിഞ്ഞാൽ കുറേ മിനിറ്റും ഇരിക്കണം. പിന്നെ കൊച്ചു പിള്ളേർക്ക് ലൈവ് എടുക്കാൻ പറ്റൂല. നമ്മളങ്ങനെ കുറേ മിനിറ്റൊക്കെ എടുത്തിട്ടുള്ള സർബേ സർഫിൻ്റെ ഒക്കെ വീഡിയോ എടുക്കും. പക്ഷേ ഇതിൻ്റെ അത്ര എടുക്കാൻ പറ്റില്ല. എന്തെന്ന് അറിഞ്ഞൂടെ, ചുമ്മാ ആണെന്ന് സംസാരിക്കുമ്പോൾ വായിട്ട് ഫുള്ള് വറ്റി അതുകൊണ്ടാണ്. ഗൈസ് ഇപ്പം ഞാൻ ഉമ്മയുടെ വീട്ടിലാണ് നിൽക്കുന്നത്. കണ്ട ഈ സ്ഥലം നിങ്ങൾ കണ്ട് പരിചയം ഇല്ലല്ലോ ഗൈസ്. യെസ്, കണ്ട ഇതാണ് മുകൾ ഫ്ലോർ. ഇതാണ് ഗൈസ് മുകൾ ഫ്ലോറ്. അപ്പം മുകൾ ഫ്ലോറിലാണ് നമ്മൾ കിടക്കുന്നത്. ഓക്കെ, ഇന്ന് നമ്മളെ അവിടോട്ട് വിളിച്ചുകൊണ്ട് പോകും. നമ്മളെ നെറ്റില്ല ഗൈസ്. നമ്മളെന്തായാലും രാത്രി വീഡിയോ പോസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞത് നെറ്റില്ലാത്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമ്മൾ പോസ്റ്റ് ചെയ്ത് എപ്പോഴേ കഴിച്ചേനെ. രാത്രി പോസ്റ്റ് ചെയ്യുന്നത് നെറ്റില്ലാത്തതുകൊണ്ടാണ്. ഓക്കെ, നെറ്റ് ഉണ്ടായിരുന്നെങ്കിൽ എനിക്കിപ്പം ഇപ്പം തന്നെ പോസ്റ്റ് ചെയ്യായിരുന്നു. പക്ഷേ ഞാൻ ഇപ്പോൾ പോസ്റ്റ് ചെയ്യുന്നില്ല. രാത്രി പോസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. എന്ന് വെച്ചാൽ ഒരു പൊടി പോലും നെറ്റില്ല. നെറ്റ് എന്ന് പറയുന്ന സാധനമില്ല ഗൈസ്. ഇന്നാണ് നമ്മൾ പോണത് വീട്ടിലോട്ട്. യെസ്, ഗൈസ് കയ്യാടി ഉളുക്കി പിടിച്ച്. കുറെ നാളെ നമ്മൾ ഷോർട്സ് തന്നെ ഇട്ടിട്ട്, പിന്നെ നമ്മൾ ഒരു മാസത്തിന് മുമ്പേ ഞാൻ കണ്ട ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഏത് ദിവസം കണ്ടായിരുന്നു? ഏതല്ലടി, ഏതാ ഒരു ദിവസം ഞാൻ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. എനിക്ക് ഓർമ്മയുണ്ട്. അതെനിക്ക് ഓർമ്മയില്ല ഗൈസ്. ഏത് ദിവസമാണെന്ന് എനിക്ക് ഓർമ്മയില്ല. പക്ഷേ ഞാൻ ഷോർട്ട് വീഡിയോ ഒരു ദിവസം ഇട്ടിട്ടുണ്ടായിരുന്നു. 8 മിനിറ്റ് ആയി ഗൈസ്. ഞാൻ മിനിറ്റ് നോക്കിയല്ല വീഡിയോ എടുക്കുന്നത്. പക്ഷേ എനിക്ക് കുറച്ച് സംസാരിക്കണമെന്നുണ്ടായിരുന്നു ഗൈസ്. അല്ലെങ്കിൽ നമ്മൾ സ്റ്റോറേജ് സ്പേസ് ഇല്ലാത്ത സമയത്ത് നമ്മൾ കയറി നോക്കുകയാണെങ്കിൽ സ്റ്റോറേജ് സ്പേസ് ഒരു മിനിറ്റേ നിൽക്കും. 1 മിനിറ്റ് അത് കഴിഞ്ഞാൽ അപ്പം തന്നെ നിൽക്കും സ്റ്റോറേജ് സ്പേസ് ഇല്ലാത്ത സമയത്ത്. സ്റ്റോറേജ് സ്പേസ് ഇല്ലാത്ത സമയത്ത് നമ്മൾ 1 മിനിറ്റ് ആകുമ്പോഴത്തേക്കും നിൽക്കും. തന്നെ നിൽക്കും തന്നെ നിൽക്കും. ഇപ്പം കുറേ മിനിറ്റായി കാണുമെന്നാണ് എനിക്ക് തോന്നുന്നത്. 8 മിനിറ്റ് എങ്ങാണ്ട് ആയി കാണും. 8 മിനിറ്റ് അല്ലെങ്കിൽ 7 മിനിറ്റ്. അപ്പം അത്ര മിനിറ്റൊക്കെ ആയി കാണും. അപ്പം എനിക്കറിഞ്ഞൂടാ എത്ര മിനിറ്റ് ആയിരുന്നൊന്നും. ഞാൻ ക്യാമറയിലാണ് വീഡിയോ എടുക്കുന്നത്. നിങ്ങളിപ്പോൾ ചില ആൾക്കാരൊക്കെ എന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്. ഇപ്പം സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരെ പേരൊന്ന് താഴെ കമൻറ്റ് ചെയ്യണം ഗൈസ്. ഓക്കെ കേട്ടാ, ഇപ്പം സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവർ ഓക്കെ എന്തായാലും കമൻറ്റ് ചെയ്യണേ. ഞങ്ങൾക്കൊരു 1K സബ്സ്ക്രൈബേഴ്സ് എത്തിക്കാൻ പറ്റുമോ ഗൈസ്? പ്ലീസ് ഒരു 1K സബ്സ്ക്രൈബേഴ്സ് എത്തിക്കാൻ പറ്റുമോ?
ചലഞ്ച് പറ്റൂ. എന്നാൽ 10 രൂപ പീടിയെ പോയി മുട്ടായി ഞാൻ തരാം. പീടിയയിലല്ല, മറ്റേ ഇവിടെ കടയിൽ പോയി മുട്ടായി വാങ്ങിയാൽ എന്തായാലും ഇത് തരാം. പൈസ പറ്റൂ. 10 രൂപയ്ക്ക് മുട്ടായി വാങ്ങിയാൽ പൈസ തരാം. 1K സബ്സ്ക്രൈബേഴ്സ് ആക്കാൻ പറ്റുന്നവർക്ക് എന്തായാലും മറ്റേ മുട്ടായി കഴിക്കാൻ പൈസ തരാം ഗൈസ്. ഏത് മുട്ടായിരുന്നു പറഞ്ഞാൽ പൈസ തരാം. സത്യത്തിൽ പൈസ തരാം. ഓക്കെ, പൈസ തരാം. സത്യത്തിൽ പൈസ തരാം ഗൈസ്. ഓക്കെ, മുട്ടായി ഞാൻ 10 രൂപ തരാം. എന്തായാലും നിങ്ങൾ 1K സബ്സ്ക്രൈബേഴ്സ് ആക്കിയാണെങ്കിൽ സത്യത്തിലും ഗൈസ് മുട്ടായി വാങ്ങിയാൽ പൈസ തരാം ഗൈസ്. ഓക്കെ, യെസ്. ആർക്കെങ്കിലും 1K സബ്സ്ക്രൈബേഴ്സ് ആക്കാൻ പറ്റും. അപ്പോൾ ആകെ എനിക്ക് 87 സബ്സ്ക്രൈബേഴ്സ്. ഈ കേൾക്കുമ്പോൾ തന്നെ ഒത്തും കൊള്ളാം. തൂക്കിയാണ് ഗൈസ്, പൊങ്ങിയിരിക്കൂ. അപ്പം എനിക്ക് അത് എത്തിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ മുട്ടായി ഞാൻ പൈസ തരാം ഗൈസ്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഗൈസ് ഞാൻ ഇവിടെ എൻഡ് ചെയ്യാൻ വിചാരിച്ചിരിക്കുകയാണ്. അപ്പം ഗൈസ് നമ്മളെ വീഡിയോ ഇന്ന് നമ്മൾ എൻഡ് ചെയ്യുകയാണ്. അപ്പം ബൈ ഞാൻ പറയുന്നു ഗൈസ് സുഹൃത്തുക്കളെ. അപ്പം ബൈ ഫോർ എവറി വൺ ഗൈസ്. ഓക്കെ, നമ്മൾ ഇനി ചിലപ്പം ഒരു വീഡിയോയിൽ കാണാൻ സാധ്യതയില്ല, ചിലപ്പോൾ ഞാൻ വീഡിയോ ഇടാൻ സാധ്യതയില്ല. അപ്പം നിങ്ങൾ ചിലപ്പോൾ ഞാൻ വ്ളോഗൊക്കെ ഇടും, പക്ഷേ വീഡിയോ ചിലപ്പോൾ കിട്ടാൻ സാധ്യതയില്ല ഗൈസ്. ഓക്കെ, ചിലപ്പോൾ ഞാൻ ഇടാൻ സാധ്യതയില്ല, എനിക്ക് സമയമൊന്നും കിട്ടുന്നില്ല. ഓക്കെ, അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നമ്മുടെ ചെയ്യാനായിട്ട് വിചാരിച്ച കാര്യങ്ങളും ഒക്കെ തൻ്റെ ഇരിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പം ബൈ ഫോർ എവരി വൺ. പിന്നെ കാണാം.